ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ സെക്കൻഡ് പാർട്ടാണിത്. മാൽഡീവ്സിലെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ സെക്കൻഡ് പാർട്ടാണ്. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, പുലർച്ചെ തന്നെ പുറപ്പെട്ടു. നമ്മളിത് കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് ബോർഡിങ് ഉണ്ടായിരുന്നത്. സോ അവിടെ എത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. സോ മാൽഡീവ്സ് കോളിംഗ് നമ്മൾ കയറി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഗേറ്റിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി. നമ്മൾ മാൽഡീവ്സിലേക്ക് പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളുടെ ഹണിമൂണായിരുന്നു ആക്ച്വലി. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ലാൻഡ് ചെയ്തു. മാൽഡീവ്സിൽ എയർപോർട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെയാണ്. അപ്പോൾ അവിടെ അതിനകത്തേക്ക് ക്യാമറ യൂസ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. സോ അവിടെ വരെ ഞാൻ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ പുറത്ത് അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ ആ പുള്ളിയുടെ നോക്കുകയാണ് ഞാൻ, അവിടെയൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ആൾ കോൾ ചെയ്തു. അപ്പോൾ അവരെ കിട്ടി. അങ്ങനെ അവർ ഞങ്ങളെ ബോട്ടിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ വണ്ടിയിൽ, നമ്മളുടെ നാട്ടിലെ പോലെ വണ്ടിയിലല്ല, നമ്മൾ ഐലൻഡിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ബോട്ടിലാണ് നമ്മൾ ഈ പറഞ്ഞ മാഫൂഷി ഐലൻഡിലാണ് ഞങ്ങളുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ മാഫൂഷി ഐലൻഡിലേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഐലൻഡ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഞങ്ങളുടെ ഹോട്ടൽ സ്റ്റേ വരുന്നത്. സോ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് ആ ഒരു ഐലൻഡിൻ്റെ ഞങ്ങൾ നടന്നു പോകുന്ന വഴി. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ പോയി ഫ്രഷപ്പായി ഭക്ഷണം കഴിച്ചു, ലഞ്ച് കഴിച്ചു. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആവാറായി എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഏകദേശം ഒരു 12 o'clock 1 o'clock ആ ഒരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വൈകിട്ട് 5 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഫിഷിംഗ് ഉണ്ടായിരുന്നു. അതൊരു ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്, ഇൻക്ലൂഡഡ് ആണ് ഞങ്ങളുടെ പാക്കേജിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഫിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫിഷിങ്ങിന് വേണ്ടി പോകാനായിട്ട് ഞങ്ങൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു, റെസ്റ്റ് എടുത്തു. 5 o'clock ആകുമ്പോഴത്തേക്കും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ മഴയില്ലായിരുന്നു, ഞങ്ങൾക്ക് വെതറൊക്കെ നല്ല ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ബോട്ടിങ്ങിന് പോവുകയാണ്. ബോട്ടിങ് ആക്ച്വലി ഫിഷിംഗ് ആണ്. അപ്പം ഫിഷിങ്ങിനുള്ളവർ ലോക്കൽ ആൾക്കാരാണ്. അപ്പം അവരാണ് ഫിഷിങ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇതാണ് ഫിഷിങ്ങൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് ഞങ്ങൾ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ ഫിഷിങ് ചെയ്യുന്ന ഫിഷാണ് നൈറ്റിൽ നമുക്ക് ഫുഡിൽ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ പിടിക്കുന്ന ഫിഷിനെ തന്നെ നമുക്ക് പൊരിച്ചടിച്ച് തിന്നാൻ തരും. അതാണ് സംഭവം. അപ്പോൾ അത് കഴിക്കില്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചിക്കനായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷണലായിട്ട്. നമുക്ക് പറയാം, നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അവർ നമുക്കിഷ്ടമുള്ളത് തരും. ഫുഡിലൊന്നും ഒരു പ്രശ്നവുമില്ല. ചില ആൾക്കാർ പറയും നമുക്കെപ്പോഴും ഒരു ഇതായിരിക്കുമല്ലോ, നമുക്ക് നമ്മുടെ കൺട്രി വിട്ട് പോകുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊരു ടെൻഷനായിരിക്കും. പക്ഷേ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 പിക്സ് എടുത്തു. ഫിഷിങ് കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി, സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് എത്തി. എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചു. ഇത് ആക്ച്വലി ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ. അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസ് ആഡ് ചെയ്തപ്പോൾ വന്നതാണ്. അപ്പോൾ അത് ഉച്ചക്കത്തെ ഫുഡായിരുന്നു. രാത്രിയത്തെ ഫുഡൊന്നും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വിശപ്പ് കാരണം വേഗം ഇരുന്ന് കഴിക്കുകയായിരുന്നു ചെയ്തു. അങ്ങനെ ഞങ്ങൾ നൈറ്റിൽ വീണ്ടും ഇറങ്ങി. ഇതുപോലെ നമുക്കിങ്ങനെ നടക്കാം അതേ കൂടെയൊക്കെ. അങ്ങനെയൊക്കെ നടന്ന് അവിടെ ഇങ്ങനെ സൈഡിൽ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ലൈവായിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ് വേറെ തന്നെ ഒരു ഫീലാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ പോലെ തുറച്ചു നോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര കൂളാണ്. എല്ലാവരും എല്ലാവരുടെ സ്വന്തം കാര്യം നോക്കി അങ്ങനൊരു ഇതാണ്. ഇത് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ ഞങ്ങൾക്കൊരു സ്നോർക്കലിംഗ് ഉണ്ടായിരുന്നു. സ്നോർക്കലിങ്ങിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് സ്നോർക്കലിംഗ് രാവിലെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഇതുപോലെ വന്ന് ഫുഡ് കഴിച്ചു. രാത്രിയിൽ ഞങ്ങൾക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഇതുപോലെ ബീച്ചിലൊക്കെ പോയി ഒന്ന് നടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഞങ്ങൾക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിങ്ങനെ ഔട്ടിങ്ങിനായിട്ട് പോയി.
അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു എന്നും പറഞ്ഞില്ലേ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങനെ നടക്കുകയാണ്. രാത്രി ഫുള്ള് ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ അവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്യും, അങ്ങനെ നടന്ന് അങ്ങനെ. ഇതായിരുന്നു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ. ഇവർ രണ്ടുപേരെന്ന് പറയുന്നത്, ഈ ഒരു പെയർ ഞങ്ങൾ അവിടെ വെച്ച് ഫ്രണ്ട്സ് ആയതാണ്, കമ്പനി ആയതാണ്. നല്ല പെയറായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം ഞങ്ങളായിരുന്നു എപ്പോഴും ഓൾമോസ്റ്റ് എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇത് ഞങ്ങൾ സ്പീഡാക്കി എടുത്തതാണ്. അവിടെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടെടുത്തു. സോ ഇതാണ് ഞങ്ങളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇത് ആക്ച്വലി കാണും പോലെയല്ല, ഞങ്ങൾക്ക് അവിടെ നല്ല രസമായിരുന്നു. കാരണം അവിടെ ബീച്ച് സൈഡായിരുന്നു. സോ നമ്മൾ നല്ല കൂളിംഗ് ആയിരുന്നു അവിടെ. ഭയങ്കര കാറ്റൊക്കെ ആയിട്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര തണുപ്പൊക്കെയാണ്. മീൻസ് വേറെ കാറ്റടിച്ചിട്ടുള്ള തണുപ്പാണ്, അല്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തണുപ്പ് ക്ലൈമറ്റ് അല്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് ബാർ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. ചുമ്മാ എല്ലാം കാണണമല്ലോ, എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഉള്ളതാണിത്. അവിടെ ഫുൾ ഞങ്ങൾ ചില്ല് ചെയ്തു, അങ്ങനെ എൻജോയ് ചെയ്തു. കുറേ ലേറ്റായിട്ടൊക്കെയാണ് ഞങ്ങൾ തിരിച്ചൊരു ഹോട്ടലിലേക്ക് പോകുന്നത്. അങ്ങനെ ഇതവിടുന്ന് ഒരു റഷ്യൻ ലേഡീനെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തു ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുൾ ഫൺ ആയിരുന്നു അന്ന് നൈറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ പോകാനാകുമ്പോഴത്തേക്കും 1 o'clock ആയെന്ന് തോന്നുന്നു രാത്രി. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഹോട്ടൽ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു നമ്പർ ഉണ്ടായിരുന്നു, അതിലേക്ക് വിളിച്ചു. അങ്ങനെ അവിടുത്തെ ഓണറിനെ വിളിച്ച് എണീപ്പിച്ച് ഞങ്ങൾ ഹോട്ടലൊക്കെ തുറന്നു, റൂമിൽ പോയി സുഖമായി കിടന്നു.